ഞങ്ങൾ ഒരു ആണവ രാഷ്ട്രമാണ്. ഞങ്ങൾ ഇല്ലാതാകും എന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകും. US സന്ദർശനത്തിനിടെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ നടത്തിയ ആണവ ഭീഷണിയായിരുന്നു ഇത്. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ തങ്ങൾ മടിക്കില്ലെന്നും മുനീർ ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് തക്കതായ മറുപടി തന്നെ ഇന്ത്യയും നൽകി. ആണവായുധം കാണിച്ചുള്ള ഭീഷണി പാകിസ്ഥാന്റെ സ്ഥിരം ശൈലിയാണെന്നും ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങില്ല എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞത്. ഇതിനെല്ലാം ഇടയിൽ ഉയർന്നുവന്ന ഒരു പ്രധാന ചോദ്യം, ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാകിസ്ഥാന്റെ കൈവശം എത്ര ആണവായുധങ്ങൾ ഉണ്ടെന്നും ഇന്ത്യക്കെതിരെ അത്തരമൊരു നീക്കം നടത്താനുള്ള ശേഷി പാകിസ്ഥാന് ഉണ്ടോ എന്നുമാണ്. ഇനി കുറച്ച് കണക്കുകൾ പരിശോധിക്കാം. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2025 വാർഷിക കണക്കുകൾ പ്രകാരം പാകിസ്ഥാനിൽ 170 ആണവ പോർമുനകളുണ്ട്. കൂടാതെ ആണവായുധ നിർമ്മാണത്തിനുള്ള ആണവ വസ്തുക്കളുടെ ഉൽപ്പാദനവും പുതിയ വിക്ഷേപണ സംവിധാനങ്ങളുടെ വികസനവും അവിടെ നടക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ 172 ആണവ പോർമുനകളാണ് നമുക്കുള്ളത്. മാത്രമല്ല, വിക്ഷേപണ സാങ്കേതിക വിദ്യയിൽ കാര്യമായ മുന്നേറ്റവും രാജ്യത്തിനുണ്ട്. പാകിസ്ഥാന്റെ പ്രധാന മിസൈൽ സംവിധാനങ്ങളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. ഷഹീൻ 3 പാകിസ്ഥാന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ബാലിസ്റ്റിക് മിസൈലാണിത്. 2750 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ഇതിന് സാധിക്കും. ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലാണിത്. ഇതിന് ഇന്ത്യയുടെ വിദൂര ഭാഗങ്ങളിലും ഒരുപക്ഷെ രാജ്യത്തുടനീളവും മിഡിൽ ഈസ്റ്റിലെ ചില ഭാഗങ്ങളിലും എത്താൻ കഴിയുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ഷഹീൻ 2 1500 മുതൽ 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഭൂതലത്തിൽ നിന്ന് ഭൂതലത്തിലേക്ക് തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ. അടുത്തത് അബാബിൽ 2200 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിമിതമായ പരീക്ഷണങ്ങൾ മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഫത്ത 2 400 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ. ഖോരി 2 2000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധി. ഉത്തര കൊറിയയുടെ നോഡോങ് മിസൈലിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബാബർ 3 450 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈൽ. 2017 ഒരു തവണ ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഏറ്റവും ദൈർഘ്യമേറിയ മിസൈലിന് കിഴക്കൻ ഏഷ്യയിലോ യൂറോപ്പിന്റെ പടിഞ്ഞാറൻ ഭാഗത്തോ വടക്കേ അമേരിക്കയിലോ പോലും എത്താൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പാകിസ്ഥാന്റെ പ്രഹരപരിധി അതിന്റെ സമീപ പ്രദേശങ്ങൾക്കും അയൽ രാജ്യങ്ങൾക്കും അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നതിന് നിലവിലെ സംവിധാനങ്ങൾ കൊണ്ട് കഴിയില്ല. 8000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, ആഗോളതലത്തിൽ ആക്രമിക്കാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ ബോംബർ വിമാനങ്ങൾ, ഒരു ആക്രമണത്തെ അതിജീവിച്ച് തിരിച്ചടിക്കാനുള്ള ശേഷി നൽകുന്ന പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധ സംവിധാനം, ഇവയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞതുപോലെ ലോകത്തിന്റെ പകുതിയെ ഭീഷണിപ്പെടുത്താനെങ്കിലും സാധിക്കുകയുള്ളൂ എന്നതാണ് സാരം. നിലവിൽ പാകിസ്ഥാന് ഇവയൊന്നും ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാന്റെ ഏറ്റവും ദൂരപരിധിയുള്ള ഷഹീൻ 3 മിസൈലിന് പരമാവധി 2750 കിലോമീറ്റർ പരിധിയാണ് ഉള്ളത്. ഇത് ഭൂഖണ്ഡാനന്തര പ്രഹരശേഷിക്ക് ആവശ്യമായ 8000 മുതൽ 12000 കിലോമീറ്ററിനേക്കാൾ വളരെ കുറവാണ്. അതിനാൽ തന്നെ മുനീറിന്റെ അവകാശവാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്നതാണ് വിദഗ്ധർ പറയുന്നത്. സാധാരണ പാകിസ്ഥാന്റെ ആണവ നയം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള നാഷണൽ കമാൻഡ് അതോറിറ്റിയാണ്. എന്നിരുന്നാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാകിസ്ഥാൻ കരസേനാ മേധാവിയാണ് ഏറ്റവും നിർണായകമായ വ്യക്തിയെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിലെ വിദഗ്ധരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അസിം മുനീറിന്റെ പ്രസ്താവനകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നതും അന്താരാഷ്ട്ര തലത്തിൽ ഇത് ആശങ്കകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത്.